നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മളുടെ PF അക്കൗണ്ടിൽ നിന്ന് നമ്മളുടെ മുഴുവൻ കോൺട്രിബ്യൂഷനും മുഴുവൻ തുകയും എങ്ങനെ പിൻവലിക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പൊതുവെ PF വിഡ്രോവലുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉണ്ട് ഒരുപാട്. എത്ര ഫോംസ് ഉണ്ട്, എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, അത് റിലേറ്റഡ് മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു ഓൺലൈൻ സെൻറ്ററിൽ പോവാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമ്മളുടെ വിഡ്രോവൽ ഫോംസ് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. അതിനായി ആദ്യം നമ്മൾ ഗൂഗിളിൽ EPFO മെമ്പർ പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലോട്ട് എത്തുന്നതായിരിക്കും. ഈ വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ UAN നമ്പർ ആൻഡ് പാസ്വേഡ് ഇത് രണ്ടും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. UAN നമ്പർ അറിയാത്തവർക്ക് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അവിടെ നമ്മളുടെ UAN നമ്പറും പാസ്വേഡും കൊടുത്താൽ ഇങ്ങനെ ഈ സൈറ്റിലോട്ട് ലോഗിൻ ആവുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ക്ലെയിമിൻ്റെ ഫോംസ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം. അടുത്തതായി നമ്മൾ ഇവിടെ മേലെ കാണാം ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓൺലൈൻ സർവീസസ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലെയിം ഫോം 311910C എന്നൊക്കെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോയിലോട്ട് എത്തും. അതിൽ നമ്മൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് വെരിഫിക്കേഷന് വേണ്ടി ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെരിഫൈ ചെയ്യുക. അപ്പോൾ ഐ ഹാവ് വെരിഫൈഡ് ദ ഡിസ്പ്ലേഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണും. എഗ്രി കൊടുത്ത് യെസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് വരും. ബാങ്ക് അക്കൗണ്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് മാർക്ക് വരും. ഇവിടെ പ്രൊസീഡ് ഫോർ ക്ലെയിം സബ്മിറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കും പുതിയ വിൻഡോ വരും. അതിൽ നമ്മൾ ഐ വാണ്ട് ടു അപ്ലൈ ഫോർ ഓൺലി PF വിത്ഡ്രോവൽ ഫോം 19. നമുക്ക് രണ്ട് ഫോമാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഒന്ന് PF വിത്ഡ്രോവലും ഓൺലി പെൻഷൻ വിത്ഡ്രോവൽ. രണ്ട് ഫോമാണ്, ഫോം 19 ആൻഡ് ഫോം 10C. ഫസ്റ്റ് നമ്മൾ ഫോം 19 ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് പോവുക. അതിനുശേഷം PF വിത്ഡ്രോവൽ ചെയ്യുന്ന സമയത്ത് ഫോം 19 ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ഫോം 15H ഉണ്ട്. അതുകൂടി അപ്ലോഡ് ചെയ്യണം. അത് ഫോം 15H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇൻകം ടാക്സ് നമ്മളുടെ എമൗണ്ടിൽ അപ്ലിക്കബിൾ അല്ല എന്ന് കാണിക്കുന്ന ഒരു ഫോമാണ്. നമ്മൾക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടുന്ന തുകയിൽ നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് കാണിക്കുന്ന ഒരു ഡിക്ലറേഷൻ ഫോമാണത്. അത് നമ്മൾ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫോം 15G. ഇതാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ നമ്മളുടെ ഡാറ്റ ഉണ്ടാവും, നമ്മളുടെ കംപ്ലീറ്റ് പാൻ നമ്പർ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോം 19 സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത് വേണ്ടതെന്ന് ഓർക്കുക. ഫോം 10C ഫയൽ ചെയ്യുമ്പോൾ വേണ്ട, അത് പെൻഷന് വേണ്ടിയുള്ളതാണ്. ഈ ഫോം 19 ആണ് PF വിഡ്രോവൽ, നമ്മുടെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പെൻഷൻ വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് ഇത് വേണ്ട. ഇവിടെ നമ്മൾ ഫോം 15 ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ നമ്മുടെ അഡ്രസ്സ്, കംപ്ലീറ്റ് അഡ്രസ്സ് ഫില്ല് ചെയ്യുക. അതിന് താഴെ നേരെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ആധാർ OTP കൊടുക്കുക. ഓക്കെ, നമ്മുടെ മൊബൈലിലേക്ക് OTP വന്നിട്ടുണ്ടാവും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് വാലിഡേറ്റ് OTP ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോം 19 ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് PF വിത്ഡ്രോവൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. യുവർ ആധാർ OTP ഹാസ് ബീൻ വെരിഫൈഡ്, KYC അപ്ഡേറ്റഡ് ആൻഡ് PF ഫൈനൽ വിത്ഡ്രോവൽ ക്ലെയിം ഫോം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ടു യൂണിഫൈഡ് പോർട്ടൽ. ഇങ്ങനെ പറഞ്ഞപ്പോൾ കാണാം. നമുക്ക് സബ്മിറ്റ് ചെയ്തതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 10 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഈ ഫണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഫോം മാത്രമേ സബ്മിറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളൂ. ഇനി അടുത്തൊരു ഫോം 10C ഉണ്ട്, നമ്മുടെ പെൻഷൻ വിഡ്രോവൽ. അത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു ഫോം നമുക്ക് ഫൈനലി ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ അടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇൻ കേസ് നമുക്ക് ഫണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് PF ഓഫീസിൽ പോയി കാര്യം തിരക്കാനുള്ള അതിൻ്റെ ട്രാക്കിംഗ് ID ഒക്കെയാണിത്. നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് ID ഒക്കെ ഇതിൽ കാണാം. ഓക്കെ, താങ്ക് യു.